കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ഇതെന്തൊരു നടപ്പാ അമലു. ഇങ്ങനെ നടന്നാൽ നാളെയൊന്നും നമ്മൾ സ്കൂളിൽ എത്തില്ല കേട്ടോ. അവസാനം പിന്നെ പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് കയറേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ അങ്ങേരുടെ നോട്ടപ്പുള്ളികളാണ് ഞങ്ങൾ മൂന്നും. നിന്റെ കാര്യം പിന്നെ കുഴപ്പമില്ല, ചിലപ്പോ വെറുതെ വിട്ടേക്കും. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, അങ്ങേര് കടിച്ചു കീറും. രേമു തിരിഞ്ഞു നോക്കി ആമ്പലിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യും പിടിച്ച് വേഗത്തിൽ നടന്നു. സത്യമാ, ഒന്നാമത് വെള്ളിയാഴ്ച, രക്ഷിക്കാനാണെങ്കിൽ ഏതൻ സാർ പോലും കാണില്ല. ആസി പറഞ്ഞു കേട്ടതും പയ്യെ നടന്നുകൊണ്ടിരുന്നവളുടെ നടത്തം പിന്നെയും ആവ പോലെയായി. ഇതിപ്പോ ഇന്നലെ ആ ഓർത്തോയെ കാണിച്ചതല്ലേ, പിന്നെന്തിനാ രാവിലെ ഈ വൈദ്യുതി അടുക്കൽ പോകുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എടാ, അത് ചതവിനും വിടവിനും ഒക്കെ ആയുർവേദമാണ് നല്ലതെന്ന ഒരു വെപ്പ്. ഉള്ളിൽ എന്തെങ്കിലും ഹേമദണ്ഡം ഉണ്ടെങ്കിൽ അത് ഈ കിഴിയും മരുന്നും ഒക്കെ കൊണ്ടങ്ങ് മാറും. അതാ ടീച്ചർ രാവിലെ സാറിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വേണ്ടി പോയത്. അതൊക്കെ ശരി തന്നെ, പക്ഷേ മരുന്നുകളൊക്കെ. നൗഫി സംശയത്തോടെ രമ്യയെ നോക്കി. അവന്റെ ചോദ്യത്തിലെ സംശയം കേട്ടതും ആമ്പലും ആസിയും അതേ ചിന്തയോടെ ഇരുവരെയും മാറി മാറി നോക്കി. മരുന്നിന് എന്താടാ കുഴപ്പം? എടാ, എപ്പോഴും ഇംഗ്ലീഷ് മരുന്നിനേക്കാളും നല്ലത് ആയുർവേദം തന്നെയാണ്. ലേശം പുച്ഛത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ ആമ്പലിന്റെ കയ്യും പിടിച്ച് നടന്നു. എടി, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ സാധനത്തിന് പഥ്യം പിടിക്കുകയും കയ്പിൻ കഷായം കുടിക്കുകയും ഒക്കെ വേണ്ടേ? സാർ ഇത് വല്ലതും ചെയ്യുമോ? ഈ നേരം വരെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം നൗഫിയുടെ വായിൽ നിന്ന് കേട്ടതും ആമ്പൽ ഒരു നിമിഷം നടത്തു നിർത്തി മൂന്നുപേരെയും നോക്കി. നീ പിന്നെയും നടത്തു നിർത്തിയോ? എടി, ഇവന്മാര് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നീ ഇങ്ങനെ നടപ്പ് നിർത്തുകയാണെങ്കിൽ പൊന്നുമോളെ, നമുക്ക് സത്യമായും വീട്ടിൽ പോകാം. വെറുതെ എന്തിനാ സ്കൂൾ വരെ ചെന്ന് ചൂരലിന്റെ തല്ല് മൂന്നുപേരും കൂടി വാങ്ങുന്നത്? ഇത്തിരി കടുപ്പിച്ചാണ് രമ്യ അത് ചോദിച്ചത്. അതൊക്കെ ടീച്ചറമ്മയും മാഷും കൂടി കൊടുത്തോളും, അല്ലാതെ കാശ് കൊടുത്തു വാങ്ങുന്ന മരുന്ന് കളയാനൊന്നും പറ്റില്ലല്ലോ. പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞും കേട്ടും എല്ലാരും ഒപ്പം നടന്നപ്പോൾ ഒരുവളുടെ മനസ്സ് മാത്രം മറ്റെവിടെയോ പറ്റിക്കൂടി അവൾക്കൊപ്പം ഇല്ലായിരുന്നു. നാലും കൂടി ഓടിപ്പിടിച്ച് ക്ലാസ്സിലെത്തുകയും സെക്കൻഡ് ബെൽ അടിക്കുകയും ചെയ്ത് ഒത്തിരുന്നു. അല്ലാ, നീ കാത്തു. പ്രിൻസിയുടെ കയ്യിൽ നിന്നും അടി കിട്ടാതെ രക്ഷിച്ച ദൈവത്തെ സ്മരിക്കാനും ആരും മറന്നില്ല. അന്നത്തെ ദിവസം ഏതന്റെ ആദ്യത്തെ അവർ എടുത്തത് ഷീല മിസ് ആയിരുന്നു. ടീച്ചർ കുട്ടികളോട് സാറ് വരാത്തതിനെ പറ്റി എന്തൊക്കെയോ പറയുന്ന കേട്ടു. ബാക്കിയുള്ള വാൽക്കഷ്ണങ്ങൾ അത് പൂർത്തിയാക്കുകയും കൂടി ചെയ്തു. എന്നാൽ ക്ലാസ്സിലിരുന്നവൾക്ക് ഏതൻ ഹോസ്പിറ്റലിൽ പോയോ, കണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചിന്ത കാരണം അന്ന് പഠിപ്പിച്ച ഒരു ക്ലാസ് പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒന്നിലും ഉഷാറില്ലാതെ ആരോടും സംസാരിക്കാതെ ഇരുന്ന ഒരുവൾ തലവേദനയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലാവരുടെയും കണ്ണു മൂടിക്കെട്ടി. വൈകുന്നേരം ക്ലാസ് വിട്ടതും എല്ലാവരും ഒത്താണ് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയത്. പിന്നിലത്തെ വരമ്പ് ചാടി നടവഴിയിലെത്തിയതും അല്പം മുന്നിൽ പോയിരുന്ന ആസി സൈക്കിൾ നിർത്തി പിന്നിലേക്ക് നോക്കി. ആമ്പലു, നിന്റെ തലവേദന കുറവുണ്ടോടി? ഇല്ല, അലസതയോടാണ് അവൾ പറഞ്ഞത്. എങ്കിലൊരു കാര്യം ചെയ്, നീ വീട്ടിലേക്ക് വെക്കോ. ഞങ്ങൾ നാളെ സാറിന്റെ അടുത്തേക്ക് പോവാ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും തിരക്കാലോ. രമു, നീ വരുന്നോടി? ആമ്പലിനൊപ്പമുള്ള രമ്യയോട് ചോദിച്ചതും അവൾ കയറി തലകുലുക്കി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ടീച്ചറിന്റെ അവിടെ ട്യൂഷനില്ല. അത് ചിന്തിച്ചാണ് തലവേദന വന്നത് തന്നെ. ഇപ്പൊ ദേ നോക്കിയേ, അവരെല്ലാം കൂടി അങ്ങോട്ട് പോവുകയാണെന്ന്. ഇത്രയും നേരം എന്തിനെപ്പറ്റി ആലോചിച്ചാണോ തലവേദന എടുത്തത്, അതിന്റെ പരിഹാരം വന്നപ്പോൾ ആവശ്യമില്ലാത്തൊരു കള്ളം കാരണം താൻ തന്നെ തനിക്ക് കുഴിവെട്ടി. അവൾക്ക് സ്വയം വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. എങ്കിൽ ആമ്പലു, നീ വെക്കോ, ഞങ്ങള് ഈ വഴി കേറട്ടെ. ഞാനും കൂടി വന്നോട്ടെ? പോകാൻ തിരിഞ്ഞവരോട് അവൾ പിന്നിൽ നിന്നുകൊണ്ടും വിളിച്ചു ചോദിച്ചു. നിന്നെ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് എന്താടി പാട്? പക്ഷെ ഇന്ന് വേണ്ട, കാരണം ഒന്നാമത് നിനക്ക് വയ്യ, അതിന്റെ കൂടെ ഇന്ന് ട്യൂഷൻ ഇല്ലെന്ന് മഞ്ജുമ്മയ്ക്കറിയാം. അപ്പൊ പിന്നെ ആവശ്യമില്ലാതെ ലേറ്റായാൽ അതാകും ഇന്നത്തെ പ്രശ്നം. വെറുതെ എന്തിനാടി? ആസിയുടെ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല അവൾക്ക്. അങ്ങനെ മൂന്നുപേരും ഏതനെ കാണാൻ വേണ്ടി വലത്തോട്ടും ആമ്പലു തന്റെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും ആമ്പലിന് ആരോടൊക്കെയോ ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോഴേ നിന്റെ മുഖത്തിന് എന്താ വല്ലാത്ത വാട്ടം എന്ന് ചോദിച്ച അമ്മയോട് തലവേദന എന്നൊരൊറ്റ മറുപടിയിൽ അവൾ അന്നത്തെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് നൽകിയത്. വൈകുന്നേരമായി. വിളക്ക് വെച്ചു, നാമം ചൊല്ലി. അപ്പോഴേക്കും അവളുടെ കണ്ണ് കാരണമില്ലാതെ നിറഞ്ഞൊഴുകി. ഇതേ സമയം മറ്റൊരുവരും ഇതേ തീർച്ചയുള്ളിലൂടെ തന്നെ നടക്കുകയായിരുന്നു.
വൈകിട്ടെത്തിയ 3 പേർക്കുമൊപ്പം കാണാത്ത തന്റെ പ്രിയ വിദ്യാർത്ഥിനിയെ ഓർത്ത്. അവസാനം ഒട്ടും സഹിക്കാൻ വയ്യാതെ എന്തും വരട്ടെ എന്നുള്ള തോന്നലാണ് ഏദൻ ആമ്പലിന്റെ വീട്ടിലെ ഫോണിലേക്ക് റിങ് ചെയ്തത്. ആദ്യത്തെ റിങ് പൂർണ്ണമായി കേട്ടോ എന്ന് പോലും അറിയില്ല. അതിനു മുന്നേ അവൻ മൊബൈല് കട്ട് ചെയ്തിരുന്നു. ഫോൺ വിളിക്കാൻ എടുക്കുമ്പോൾ ആമ്പലിന്റെ മുഖം മാത്രമേ മനസ്സിലുള്ളായിരുന്നു എങ്കിൽ അതിലെ റിങ് പോകുന്ന നേരത്ത് ആമ്പലിനെയും കടത്തിവെട്ടി മനസ്സിലേക്ക് ഓടിയെത്തിയത് മഞ്ജുമ്മയുടെ മുഖമായിരുന്നു. ആ ഓർമ്മയെത്തിയതും അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അശോകേട്ടൻ വരുന്ന സമയമായിട്ടില്ല. ഫോൺ വിളിച്ചാൽ ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അവളോ ആയിരിക്കും ഫോൺ എടുക്കുക. അവളുടെ സ്വഭാവം വെച്ച് ഫോൺ ബെല്ലടിച്ചാലും എടുക്കാൻ വഴിയില്ല. ഇനിയിപ്പോൾ മഞ്ജു എടുക്കുകയാണെങ്കിൽ താൻ എന്തൊക്കെ പറഞ്ഞാലും അത് ചോദ്യവും പറച്ചിലുമാകും എന്നുറപ്പ്. വെറുതെ എന്തിനാണ് ആ പെണ്ണിന് കരയാൻ വേണ്ടി താനായി ഒരു കാരണം അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നത്? ചിന്തകളുടെ വേലിയേറ്റത്തോടെ അവൻ ഫോണിലേക്ക് നോക്കി കട്ടിലേക്ക് കിടന്നു. ഇതേ സമയം ഏതനെ പോയി കണ്ട് വിവരം പറഞ്ഞ രമ്യയോട് എന്തൊക്കെയോ ചോദിച്ചറിഞ്ഞ ആമ്പൽ മനസമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു മുറിയിൽ. അവസാനം എന്തോ ഉറപ്പിച്ച പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി. പിന്നെ അവളുടെ നോട്ടം മുഴുവനും ആ വാതിലിലേക്കായിരുന്നു. അന്ന് പതിവിലും നേരത്തെ വീട്ടിലെത്തിയ അശോകനെ കണ്ട് ഓടിപ്പിടിച്ച് പുറത്തേക്കിറങ്ങിയ ആമ്പൽ. എന്തു പറ്റി? ഇന്ന് പഠിത്തമൊന്നുമില്ലേ? തന്നെ കാത്തിരുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി വന്ന മകളെ കണ്ട് അശോകൻ സംശയത്തോടെ ചോദിച്ചു. പഠിക്കാനുണ്ടച്ചാ. എന്നിട്ടാണോ മഞ്ജും കൊണ്ട് ഇങ്ങനെ പുറത്തേക്കിറങ്ങി നിൽക്കുന്നത്? അത് പിന്നെ അച്ഛാ, പറയാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുറപ്പില്ല. എന്നിട്ടും അച്ഛനോട് പറയാൻ തന്നെ അവള് തുനിഞ്ഞു. പറഞ്ഞോ അമ്പു, അമ്മ ഇന്ന് പുതിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയോ? മഞ്ജുവിന്റെ പെരുമാറ്റത്തെ ഭയന്നയാൾ ചോദിച്ചു. ഇല്ലച്ചാ, അമ്മയൊന്നും പ്രശ്നമുണ്ടാക്കിയില്ല. അവളുടെ മുഖം താഴ്ന്നു. പിന്നെന്താ കാര്യം അമ്പു? മഞ്ജുവിന് മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്തോ കാര്യമാണ് മകൾക്ക് തന്നോട് പറയാനുള്ളതെന്ന് ആ നേരം കൊണ്ട് മനസ്സിലാക്കിയ അശോകൻ അവളോട് വളരെ സമാധാനത്തിലാണ് ചോദിച്ചത്. അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ സാറിന് ആക്സിഡന്റ് ആയിന്ന്? ഷോ, ഞാനതങ്ങ് മറന്നുപോയി മോളെ. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വൈകിട്ട് അവിടെ ഒന്ന് കേറിയിട്ട് വരണമെന്ന് 1000 വട്ടം മനസ്സിൽ ഉറപ്പിച്ചതാണ്. എന്നിട്ടും മറന്നു. എന്റെ ഒരു കാര്യം. അശോകൻ വിഷമത്തോടെ തലയൊന്ന് വെട്ടിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ യദു? എങ്ങനെയുണ്ട് ആൾക്കിപ്പോ? എന്തേലും വിവരം അറിഞ്ഞോ നീ? ഹോസ്പിറ്റലിൽ പോയി അച്ഛാ. പക്ഷേങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ഇന്ന് സാറിനെ ഏതോ വൈദ്യരുടെ അടുക്കൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. വൈകിട്ട് അവര് 3 പേരും സാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയെ പേടിച്ച് ഞാൻ പോയില്ല അച്ഛാ. ഇവിടുന്ന് ടീച്ചറമ്മയെ വിളിച്ച് കാര്യം തിരക്കാനാണെങ്കിലും അമ്മ വഴക്ക് പറയും. അച്ഛനൊന്ന് വിളിച്ചിട്ട് ചോദിക്കുമോ സാറിന് എങ്ങനെയുണ്ടെന്ന്? അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവള് അച്ഛനോട് പങ്കുവെച്ചു. അതാണോ കാര്യം? നിന്റെ പേടി കണ്ടപ്പോൾ ഞാൻ ഭയന്നു കുഞ്ഞേ. അച്ഛൻ ഇപ്പൊ തന്നെ വിളിക്കാമല്ലോ യദുവിനെ, എന്നിട്ട് ചോദിക്കാം. പറയുന്നതിനൊപ്പം തന്നെ അരപ്രൈസിലേക്ക് കയറിയിരുന്നു അയാൾ. ഒപ്പം അച്ഛനോട് ചേർന്ന പോലെ അവളും. നിന്റെ അമ്മ സീരിയലിലായിരിക്കും അല്ലേ? ഞാൻ വന്നതൊന്നും അറിഞ്ഞു കാണില്ല. കേബിൾ എപ്പോഴും കട്ടായി പോകുന്നു പറഞ്ഞതിന് സിദ്ധേട്ടൻ എയർടെലിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടച്ചാ. അതുകൊണ്ടിപ്പോൾ ഏതൊക്കെയോ പുതിയ സീരിയൽ കാണാൻ പറ്റും അമ്മയ്ക്ക്. വൈകുന്നേരം ഇങ്ങനെ ഫുൾ നേരവും അതിനകത്താണ്. വല്ലാത്തൊരു സങ്കടത്തോടെ അവൾ അച്ഛനെ നോക്കി. നമ്മുടെ കുടുംബമല്ലാതെ മറ്റാരും സ്നേഹത്തോടെ എന്ന് പറഞ്ഞ് തരുന്ന പലതും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദാനം തന്നെയാണ് മോളെ. പക്ഷെ എത്ര പറഞ്ഞാലും നിന്റെ അമ്മയ്ക്കത് മനസ്സിലാവില്ല. സ്വന്തം ഭാര്യയെ തിരുത്താൻ കഴിയാത്ത ഒരു ഭർത്താവിന്റെ എല്ലാ വ്യതകളും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അതേ പാടിയ മുഖത്തോടെയാണ് അയാൾ ഏതനെ വിളിച്ചത്. ആ നേരം ഫോണിൽ നോക്കി കിടന്ന് ഏതനെപ്പോഴോ അറിയാതെ മയങ്ങിപ്പോയിരുന്നു. ഒരു തവണ ബെല്ല് മുഴുവനും അടിച്ചിട്ടും അവൻ എടുക്കുന്നില്ലെന്ന് കണ്ടതും ആമ്പലിന്റെ കണ്ണിൽ നനവൂറി. ഫോൺ എടുക്കുന്നില്ലല്ലോ മോളെ. ഒരിക്കൽ കൂടി വിളിച്ചു നോക്കാമെന്ന് പറയാനെന്തോ അവൾക്ക് കഴിഞ്ഞില്ല. ഒന്നും കൂടി നോക്കാം, കിട്ടിയില്ലെങ്കിൽ പിന്നെ ആള് തിരിച്ചു വിളിക്കട്ടെ. അവളുടെ മനസ്സറിഞ്ഞ പോലെ അശോകൻ പിന്നെയും വിളിച്ചതും ഏതൻ രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. മയക്കത്തിന്റെ പുറത്ത് പേര് ശ്രദ്ധിച്ചില്ലെങ്കിലും ചെവിയിലേക്ക് കേട്ട ശബ്ദത്തിൽ അവൻ ചാടി എഴുന്നേറ്റു. അമ്മേ! എഴുന്നേൽപ്പിന്റെ ആയത്തിൽ തോള് തട്ടിയതും വേദന അറിഞ്ഞാതെ അവൻ വിളിച്ചുപോയി. എന്താ ഇതു? എന്തു പറ്റി? അവന്റെ നിലവിളി കേട്ട പരിഭ്രമത്തിൽ അശോകൻ ചോദിച്ചതും അതിലും ഭയന്നുപോയി അടുത്തിരുന്നവള്. ഒന്നുമില്ല അശോകേട്ടാ. എഴുന്നേറ്റപ്പോ തോളെ
ബാക്കി അവൻ പറഞ്ഞില്ല. ശ്രദ്ധിക്കണ്ടേ ഏതു, ശാസനയോടെയാണ് അശോകൻ പറഞ്ഞത്. നീട്ടിയൊന്ന് മൂളി അയാളെ കേട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സമാധാനത്തോടെയാണ് ഏതൻ മറുപടി പറഞ്ഞത്. ആയുർവേദ മരുന്നായോണ്ട് തന്നെ മരുന്നിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാണും കഴിക്കാൻ. കൊള്ളില്ല, കയ്പാണെന്നൊക്കെ പറഞ്ഞ് മരുന്നും പഥ്യവും മുടക്കരുത് കേട്ടോ. ഒക്കെ കേട്ടിട്ട് പറഞ്ഞു നിർത്തുന്ന പോലെ അശോകൻ മൂളിയതും അവനും തിരിച്ചൊന്ന് മൂളി. അപ്പൊ ശരി, ഞാൻ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വിളിച്ചതാ. ആമ്പൽ, അവളില്ലേ അവിടെ? അയാൾ വെക്കാൻ പോകുന്നു എന്ന് കണ്ടതും അവൻ പെട്ടെന്ന് കയറി ചോദിച്ചു. ഓ, എന്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം. പറയുന്നതിന്റെ ഒപ്പം തന്നെ അയാൾ ഫോൺ മകൾക്ക് കൈമാറി. മോള് കാര്യം പറഞ്ഞിട്ട് വെച്ചേരെ, അച്ഛൻ പോയി കൈയും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റതും അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചു. നിശ്വാസത്തിന്റെ ശ്വാസതാളങ്ങൾക്കപ്പുറം അപ്പുറത്തുള്ളവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടാണ് ഏതൻ അവളെ വിളിച്ചത്. അമലു. അത്രയും മെല്ലെയുള്ള അവന്റെ ആ വിളിയിൽ അവളുടെ ഹൃദയം പിടഞ്ഞുപോയി. അമലുവേ. അത് മതിയായിരുന്നു അത്രയും നേരം അവളിൽ അമർന്നു കിടന്ന സങ്കടം മുഴുവനും പുറത്തേക്ക് ഒഴുകാൻ വേണ്ടി. വിതുമ്പി കരയുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ മറ്റൊരുവനും. അമലു, നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചിട്ട് എന്റെ പാട്ടിന് പോകും. എന്താ, വേണോ അത്? ഇത്തിരി കടുപ്പിച്ച് ദേഷ്യം പിടിച്ചുള്ള ആ ചോദ്യത്തിൽ അവൾ പെട്ടെന്ന് വിമ്മി. കുറെ നേരമായി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പെണ്ണ് നിർത്തില്ല. അശോകേട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നു എന്ന് കേട്ടിരുന്നു. കാലക്കേടിന് മഞ്ജുമ്മയോ അശോകേട്ടനോ തിരിച്ചു വന്നാലോ? പലവിധ ചിന്തകളിലാണ് ദേഷ്യം കാണിച്ചത്. പക്ഷേ ഇപ്പോൾ അപ്പുറത്തു നിന്നുള്ള മൗനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൾ പിണങ്ങിയെന്ന്. അമലു. എവിടെ? പെണ്ണ് മിണ്ടുന്നില്ല. അമലു, പിണങ്ങാതിരി കുഞ്ഞെ. അത്രയും ആർദ്രമായി അവൻ പറഞ്ഞതും അവൾക്ക് മൂളാതിരിക്കാൻ കഴിഞ്ഞില്ല. വൈദ്യര് കുറെ മരുന്ന് തന്നിട്ടില്ലേ? എന്തോ ഓർത്തതുപോലെ രണ്ട് കണ്ണാലെയും കണ്ണുനീർ പുറം കൈകൊണ്ട് തുടച്ച് അവൾ പെട്ടെന്ന് കയറി ചോദിച്ചു. സംശയത്തോടെ ഇത്തിരി നീട്ടിയാണ് അവൻ അതിന് മറുപടിയായി മൂളിയത്. എന്നിട്ട് കഴിക്കുന്നില്ലേ? ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചപ്പോഴാണ് പെണ്ണ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായത്. ഇവിടെ വന്നപ്പോൾ വാൽക്കഷ്ണങ്ങൾ മരുന്നിന്റെ പൊതി കണ്ട് അത് കുറെ ഉണ്ടല്ലോ, കയ്പല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ താൻ പറഞ്ഞിരുന്നു അതൊക്കെ അതുപോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, താൻ കഴിക്കില്ലെന്ന്. മിക്കവാറും ആ പറഞ്ഞത് അല്പം പോലും വെള്ളം തൊടാതെ പെണ്ണിന്റെ ചെവിയിൽ കിട്ടിക്കാണും. മഹാദേവ, പെട്ടോ ഞാൻ? അറിയാതെ നെഞ്ചിൽ കൈവച്ച് പോയവൻ. ചോദിച്ചു കേട്ടില്ലേ, മരുന്ന് കഴിച്ചോന്ന്? കുറച്ചു മുന്നേ കരഞ്ഞു കണ്ട ഭാവം മാറി അവിടെ ഇപ്പോൾ ഇത്തിരി ദേഷ്യമാണ്. അത് പിന്നെ ആഹാരം കഴിച്ചില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ? അവന്റെ മുഖം ചുളിഞ്ഞിരുന്നു. ആഹാരം കഴിഞ്ഞിട്ട് മാത്രമല്ലല്ലോ, അതിനു മുന്നേ ഉണ്ടാവേണ്ടതാണല്ലോ. അവിടെ അശോകന് ആയുർവേദ മരുന്നായതുകൊണ്ട് അതിന്റെ ഏറെക്കുറെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ നോക്കി. പെണ്ണ് മരുന്നിന്റെ കാര്യം ചോദിച്ചെന്നെ മുഴുവൻ ഈർഷ്യയും അവന്റെ ശബ്ദത്തിൽ തെളിഞ്ഞു നിന്നു. എങ്കിൽ എഴുന്നേറ്റ് നോക്കിയേ, മിക്കവാറും ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇത്തവണ ടീച്ചറിന്റെ കാർക്കശ്യമുണ്ടായിരുന്നു അവളുടെ ആ ശബ്ദത്തിൽ. എനിക്ക് വയ്യ നോക്കാൻ. കട്ടിലിൽ ഇരുന്നവൻ സൈഡിലേക്ക് ചരിഞ്ഞ് തലയണയ്ക്ക് മുകളിലേക്ക് താടി കുത്തി. എന്തേപ്പോ? പെണ്ണിന്റെ നെറ്റിയിൽ 3-4 വരകൾ ഒരുമിച്ചങ്ങ് ചുരുങ്ങി. ചെടാ, എനിക്ക് വയ്യാന്നേ. മനസ്സിലുള്ള മുഴുവൻ ഇഷ്ടക്കേടും ഇപ്പോ ആ മുഖത്തായിരുന്നു. ദേ മാഷി, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് ട്ടോ. എനിക്കറിയാം ഈ അടവൊക്കെ മരുന്ന് കഴിക്കാതിരിക്കാനുള്ളതാണെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല. ആ കാണുന്ന കഷായമാണെങ്കിലും മരുന്നാണെങ്കിലും ഒക്കെ കഴിച്ചേ പറ്റൂ. അവളുടെ മുഖം കടുക്കുന്നതിനൊപ്പം തന്നെ വാക്കുകൾക്കും കുറച്ചുകൂടി മുഴക്കം വന്നു. അത് കേൾക്കേണ്ട താമസം അതുവരെ കട്ടിലിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റിരുന്നു. ദേ പെണ്ണെ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് കയറി ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ വാങ്ങി വെച്ചിരിക്കുന്ന കൈപ്പൻ കഷായമൊക്കെ ഞാൻ കഴിക്കുമെന്നാണ് നിന്റെയും നിന്റെ ടീച്ചറമ്മയുടെയും വിചാരമെങ്കിൽ വ്യവസ്ഥയാണ്. ഇതൊന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. ഇനിയും അവൾ മരുന്നിന്റെ പേരിൽ കയറി എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ചിന്തയിൽ അവൻ തീർത്തങ്ങ് കയറി പറഞ്ഞു. ആര് പറഞ്ഞു കഴിക്കില്ലെന്ന്? മരുന്ന് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മാഷ് കഴിച്ചിരിക്കും. അല്ലെങ്കിൽ കഴിപ്പിക്കാനുള്ള മാർഗമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. പെണ്ണും ഒട്ടും വിട്ടുകൊടുക്കാതെ ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു. നീ എന്നെ വഴക്ക് പറയാണോ അമലു? തന്നെ അവള് വഴക്ക് പറയാണെന്നുള്ള തോന്നൽ പോലും ഞെട്ടലായിരുന്നു അവന്റെ മുഖത്ത്. ഇതിപ്പോ ഞാൻ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ആ ചെവിക്ക് പിടിച്ചേനെ. ഇത്രയും കാശ് കൊടുത്ത് മരുന്ന് വാങ്ങിച്ചിട്ട്
ഇത്തിരി ഇല്ലാത്ത കുട്ടിയാണെന്നാണ് വിചാരം. കയ്പം കഷായം കഴിക്കില്ല പോലും. അതെ, ഉള്ളിലുള്ളത് ചതവാണ്. വൈദ്യര് പറയുന്ന മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. അതുകൊണ്ട് എന്തെങ്കിലും കുരുത്തക്കേട് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. അവള് പിന്നെയും കടുപ്പിച്ചു പറഞ്ഞതും ഏതിന് ദേഷ്യവും വാശിയൊക്കെ ഒരുമിച്ച് തോന്നി. അതെ, ഞാൻ പറഞ്ഞല്ലോ ആരോടും മരുന്ന് വാങ്ങിക്കാൻ. ആരോ വാങ്ങിച്ചെന്ന് വെച്ച് അവരങ്ങ് വേണമെങ്കിൽ കഴിച്ചോട്ടെ, അല്ലാണ്ട് നിന്നെക്കൊണ്ട് വയ്യ. അവളോട് ആകെ പിണങ്ങി മുഖവും കയറ്റിവെച്ച് അവൻ കണ്ണടച്ചു കിടന്നു. ഇത്രയും നേരം വാശിയോടെ ഒന്നൊന്ന് കേറ്റി പറഞ്ഞിരുന്നവന്റെ ശബ്ദത്തിലെ വ്യത്യാസം ആ ദൂരത്തിനപ്പുറമിരുന്നും അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളത്തെ അടുപ്പം കൊണ്ട് തന്നെ അറിയാം ആൾക്ക് ഈ കഷായം, ലേഹ്യം, കുഴമ്പ്, എണ്ണ ഒക്കെ വർജ്യമാണെന്ന്. ടീച്ചർ തന്റെ മുട്ടൊഴിഞ്ഞു കൊടുക്കുന്നത് മാഷാണ്. എങ്ങാനും ചെയ്താൽ പിന്നെ ഒരു ഹാൻഡ് വാഷ് തീർക്കുന്നതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം എങ്ങാനും ടീച്ചർ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ മാഷ് അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥിരം ആ ജോലി തനിക്കോ രമ്യക്കോ ആണ്. അവളാണെങ്കിൽ അമ്മയ്ക്ക് ഒന്ന് കാലിൽ കുഴമ്പിട്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യമെങ്കിലുമുണ്ട്. തന്നോട് പിന്നെ അധികാരമാണ്. കുപ്പി കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതല്ലാതെ ഒരു വാക്കുപോലും നാവിൽ നിന്ന് വീഴില്ല. ഓരോ ഓർമ്മയിൽ അവളൊന്ന് മന്ദഹസിച്ചു. അപ്പുറത്തെയുള്ള ആൾ പിണങ്ങിയത് എന്തായാലും ഉറപ്പായി. അച്ഛനാണെങ്കിൽ കൈയും കാലും കഴുകാനാണെന്ന് പറഞ്ഞു പോയിട്ട് മിക്കവാറും കുളിക്കാൻ കയറിയിട്ട് എത്താൻ നേരവുമായി. എങ്ങനെയാ ഇനി പിണക്കം മാറ്റുക എന്നാലോചിച്ചോളും അവൾക്ക് കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ പിന്നെയും ഓടിയെത്തി. പിണങ്ങിക്കൊണ്ട് ഫോൺ വെക്കാൻ വയ്യ. ആ ഒരു ചിന്തയിൽ അവൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടെ വിളിച്ചു. മാഷേ, മാഷേ. എവിടെ? വാശി മൂക്കിന്റെ തുമ്പിൽ നിൽക്കുന്നവൻ അനങ്ങുമോ? അച്ഛൻ ഇപ്പോൾ വന്നാൽ എനിക്ക് ഫോൺ വെക്കേണ്ടി വരും കേട്ടോ. അത് കേട്ടതും അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. മാ, അമലു. ആ ഒരു വെപ്രാളത്തോടെയാണ് അവിടെ നിന്നും വിളിയെത്തിയത്. മരുന്ന് കഴിക്കുമോ? കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന ദേഷ്യമോ വാശിയോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. മറിച്ച് അപേക്ഷയായിരുന്നു. എനിക്കിഷ്ടല്ല അമലു. അത്രയും ദയനീയതയോടെയാണ് മറുപടി പറഞ്ഞത്. അറിയാം, എന്നാലും എനിക്ക് വേണ്ടി കഴിക്കുമോ? എന്തിനാണ് ആ നേരം അങ്ങനെ ചോദിച്ചതെന്ന് അവൾ ഓർത്തില്ല. അവളുടെ സങ്കടം കാണാൻ വയ്യാത്ത പോലെ എന്തിനാണ് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ചതെന്ന് അവനും സ്വന്തം മനസ്സിനോട് ചോദിച്ചില്ല. പക്ഷെ പ്രണയമല്ലേ, പറഞ്ഞാലും അറിഞ്ഞാലും മറച്ചാലും സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ പരസ്പരം തുടികൊട്ടാതെ ഇരിക്കുമോ? അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.